പാർലമെന്റ് അതിക്രമത്തെ ചൊല്ലി ഇന്നും ഇരുസഭകളിലും ബഹളം. ലോകസഭയും രാജ്യസഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. സഭയിൽ ആഭ്യന്തരമന്ത്രി സംസാരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. രാവിലെ 11-ന് ഇരുസഭകളും ചേർന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി. ഇതോടെ ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. പിന്നീട് സമ്മേളിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ തിങ്കളാഴ്ചത്തേക്ക് പിരിയുകയായിരുന്നു. 11 മണി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സഭ 2 മണിയിലേക്ക് ഇന്ന് 2 മണിക്ക് വരെ നിർത്തിവച്ചിരിക്കുന്നു അല്ലെങ്കിൽ അഡ്ജോൺ ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രതിപക്ഷ അംഗങ്ങളായ ഞങ്ങൾക്ക് പ്ലക്കാർഡ് പോലും ഉയർത്തുവാനുള്ള അവസരം തരാതെയാണ് സഭ നിയന്ത്രിക്കാൻ വന്ന പാനൽ ചെയർമാൻ സഭ 2 മണി വരെ നിർത്തിവെച്ചത്. സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ ബഹളം. കഴിഞ്ഞ ദിവസം ചട്ടം ലംഘിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ 15 എംപിമാർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. അതേസമയം 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യത മറയ്ക്കാനാണ് കോൺഗ്രസ് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും പ്രതികരിച്ചു. 3 राज्यों में अपनी हार के बाद विपक्ष जहां एक और उस पे आत्मचिंतन ना करके रुकावट बन रहा है सदन को चलाने के लिए, बड़ा दुर्भाग्यपूर्ण है। आप हार के कारण भी जानिए क्योंकि आप जनता के साथ जुड़े नहीं रहे और कहीं ना कहीं सदन ना चलने देना इसका मतलब आप जनता से जुड़े मुद्दों को नहीं उठाने देना चाहते। जനം, डेल्ही।